നമസ്കാരം. ഓണക്കാലമാണ്. കൊറോണയാണെങ്കിലും എല്ലാ മലയാളികളും ചെറിയ രീതിയിലെങ്കിലും ഓണം ആഘോഷിക്കും. ഓണാഘോഷം എന്ന് പറയുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ് നമ്മുടെ സ്വന്തം പൂക്കളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂക്കളെ പറ്റിയാണ്. കൃത്യമായി പറഞ്ഞാൽ പൂക്കൾ ഉപയോഗിച്ചുള്ള ഇംഗ്ലീഷ് ഇഡിയംസ്, അതായത് ഭാഷാ ശൈലികൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺവെർസേഷനിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അതേപോലെ മറ്റൊരാൾ പറയുമ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കുന്നത് വളരെയധികം സഹായിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് നീതു. ഇതേപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. ഒന്നാമത്തത് ബെഡ് ഓഫ് റോസസ്. ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ് ഒക്കെ എടുത്ത് നോക്കിയാൽ പനിനീർപ്പൂ മെത്ത എന്ന് പറയേണ്ടി വരും. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യത്തിനെ സൂചിപ്പിക്കാനാണ് ബെഡ് ഓഫ് റോസസ് എന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. മേക്കിംഗ് മണി ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. പൈസ ഉണ്ടാക്കുന്ന അത്ര എളുപ്പം കാര്യമൊന്നും അല്ല. ഇസ് ദർ എനിവൺ ഹു തിങ്സ് ദാറ്റ് ലൈഫ് ഇസ് എ ബെഡ് ഓഫ് റോസസ്? ജീവിതം എന്ന് പറയുന്നത് ഒരു വളരെ ഈസി ആയ സംഗതിയാണെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ മറ്റു കോൺവെർസേഷനുകളിലും ആപ്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. റോസ് കൊണ്ട് തന്നെയുള്ള മറ്റൊരു ശൈലിയാണ് കം അപ്പ് സ്മെല്ലിംഗ് ഓഫ് റോസസ് അല്ലെങ്കിൽ കം ഔട്ട് സ്മെല്ലിംഗ് ഓഫ് റോസസ്. നമ്മളുടെ ഇമേജിന് വളരെയധികം കോട്ടം തട്ടാമായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് യാതൊരു പ്രശ്നവുമില്ലാതെ പുറത്ത് കിടക്കുന്ന ഒരു സിറ്റുവേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് കം ഔട്ട് സ്മെല്ലിംഗ് ഓഫ് റോസസ് അല്ലെങ്കിൽ കം അപ്പ് സ്മെല്ലിംഗ് ഓഫ് റോസസ് എന്ന് പറയുന്നത്. He was under investigation for a scandal, but he came out smelling of roses. അതായത് അവനൊരു സ്കാൻഡലിൽ പെട്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയായിരുന്നു. പക്ഷേ ഇമേജിനൊന്നും കോട്ടം തട്ടാതെ അവൻ അതിൽ ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് കടന്നു. അതാണ് അതിൻ്റെ മീനിങ്. ഇവിടെ ആ സ്കാൻഡൽ പ്രൂവ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ആ ആളിൻ്റെ ഇമേജ് വളരെയധികം മോശമായി പോയേനെ. പക്ഷേ അത് പ്രൂവ് ചെയ്യപ്പെട്ടില്ല. അതേസമയം ഇന്നസെൻ്റ് ആണെന്ന് തെളിയിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സെൻറ്റൻസിൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ആസ് ഫ്രഷ് ആസ് എ ഡെയ്സി. ഡെയ്സി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളത് ഒരു മലയാളം മൂവിയുടെ പേരായിട്ടാണ്. ഈ ഡെയ്സി എന്ന് പറയുന്ന പൂ ഒരു ജമന്തിപ്പൂവിൻ്റെ വേരിയൻ്റാണ്. വെള്ള നിറത്തിലുള്ളൊരു ജമന്തിപ്പൂവിൻ്റെ വേരിയൻ്റാണ്. ഇത് നമ്മുടെ നാട്ടിൽ കാണുമോ എന്നുള്ളത് സംശയമാണ്. ഇത് കൂടുതലും കാണപ്പെടുന്നത് ബ്രിട്ടനിലൊക്കെയാണ്. അപ്പോൾ ഈ ആസ് ഫ്രഷ് ആസ് എ ഡെയ്സി എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ഫ്രഷായി കാണപ്പെടുന്ന ഒരാളിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഷീ ലുക്സ് ആസ് ഫ്രഷ് ആസ് എ ഡെയ്സി എന്നൊക്കെ പറയുന്നത്. ഐ ഹാഡ് എ ഗുഡ് സ്ലീപ്പ് യെസ്റ്റർഡേ നൈറ്റ് ആൻഡ് ഐ ഫീൽ ആസ് ഫ്രഷ് ആസ് എ ഡെയ്സി ടുഡേ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി നന്നായി ഉറങ്ങി, അതുകൊണ്ട് ഇന്ന് വളരെ ഫ്രഷായിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്നാണ് ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആസ് ഫ്രഷ് ആസ് എ ഡെയ്സി എന്ന് വെച്ചാൽ വളരെ ഫ്രഷായി വളരെ ലൈവ്ലി ആയി കാണപ്പെടുന്ന ഒരു സിറ്റുവേഷനെയാണ് ഇതുകൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ യു ലുക്ക് ആസ് ഫ്രഷ് ആസ് എ ഡെയ്സി, അതായത് നിന്നെ കണ്ടിട്ട് വളരെ ഫ്രഷായിട്ട് ഇരിക്കുന്നല്ലോ, അങ്ങനെയാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അടുത്തത് നിപ്പ് ഇൻ ദ ബഡ്. ബഡ് എന്താണ്? മൊട്ട്. ഒരു മൊട്ട് വളർന്നു വരുമ്പോൾ തന്നെ അതിനെ പൂവോ കായോ ഒന്നും ആവാൻ സമ്മതിക്കാതെ പറിച്ചു കളയുന്നതാണ് നിപ്പ് ഇൻ ദ ബഡ് എന്നതിൻ്റെ ലിറ്ററൽ മീനിങ്. നമ്മൾ മലയാളത്തിൽ മുളയിലേ നുള്ളുക എന്ന് പറയില്ലേ? അതായത് ഒരു ചെടി മുള പൊട്ടുമ്പോൾ തന്നെ അതിനെ പറിച്ചു കളഞ്ഞാൽ അത് പിന്നെ വളർന്നു വരില്ല. അപ്പോൾ ഇത് ഒരു സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മോശം സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ അത് വളർന്നു വരുന്നതിന് ആദ്യമേ തന്നെ അത് നിർത്തലാക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് നിപ്പ് ഇൻ ദ ബഡ് എന്ന് പറയുന്നത്. ഹി ഹാഡ് എ ബാഡ് ഹാബിറ്റ് ഓഫ് ബൈറ്റിംഗ് ഹിസ് നെയിൽസ് ആൻഡ് ഹിസ് മദർ നിപ്ഡ് ഇറ്റ് ഇൻ ദ ബഡ്. അതായത് അവന് നഖം കടിക്കുന്നൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മ അത് ആദ്യമേ തന്നെ അതെങ്ങനെയോ നിർത്തലാക്കി. അതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പം മുളയിലേ നുള്ളുക എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നിപ്പ് ഇൻ ദ ബഡ് എന്ന പ്രയോഗം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ഷ്രിങ്കിങ് വയലറ്റ്. വയലറ്റ് എന്ന് പറയുന്നത് വയലറ്റ് നിറത്തിൽ കാണുന്ന ഒരു കാട്ടുപൂവാണ്. അപ്പോൾ ഷ്രിങ്കിങ് വയലറ്റ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു നാണം കുടുങ്ങി അല്ലെങ്കിൽ വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളെ പറ്റി പറയാൻ ഷ്രിങ്കിങ് വയലറ്റ് എന്ന് പറയാം. ഷീ ഹാഡ് ഓൾവേസ് ബീൻ എ ഷ്രിങ്കിങ് വയലറ്റ് ബട്ട് നൗ ഡേയ്സ് ഷീ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു സ്ട്രേഞ്ചേഴ്സ് കോൺഫിഡൻ്റ്ലി. അപ്പോൾ അവൾ എപ്പോഴും ഒരു നാണം കുടുങ്ങിയായിരുന്നു, പക്ഷേ ഈയിടെയായിട്ട് സ്ട്രേഞ്ചേഴ്സിനോടൊക്കെ വളരെ കോൺഫിഡൻ്റായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷ്രിങ്കിങ് വയലറ്റ് എന്ന പദം നമ്മൾ നാണം കുടുങ്ങി അല്ലെങ്കിൽ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഷ്രിങ്കിങ് വയലറ്റ് എന്ന പ്രയോഗം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ബൊക്കെ ഓഫ് ഓർക്കിഡ്സ്. ഓർക്കിഡ്സ് എന്ന് പറയുന്നത് സാധാരണ പൂക്കളെ അപേക്ഷിച്ച് കുറച്ച് വില കൂടുതലുള്ളൊരു പൂവാണ്. അപ്പോൾ അങ്ങനെ വില കൂടുതലുള്ളൊരു പൂ നമ്മൾ ഏതൊരവസരത്തിലാണ് ഒരാൾക്ക് കൊടുക്കുന്നത്? അതിന് വർത്തിയായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴാണല്ലേ. അപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു വളരെ നല്ലൊരു കാര്യം ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് അവർക്ക് കിട്ടി, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് അവർക്കൊരു ബൊക്കെ ഓഫ് ഓർക്കിഡ്സ് കൊടുക്കാൻ
അവർ അർഹരാവുന്നത്. അപ്പോൾ വളരെ വലിയ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയ ഒരാളിനെ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ബൊക്കെ ഓഫ് ഓർക്കിഡ്സ് എന്ന പ്രയോഗം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹർ പെർഫോമൻസ് വാസ് അമേസിങ് ആൻഡ് ഷി ട്രൂലി ഡിസേർവ്സ് എ ബൊക്കെ ഓഫ് ഓർക്കിഡ്സ്. അപ്പോൾ അവളുടെ പെർഫോമൻസ് ഇന്ന് വളരെ നന്നായിരുന്നു. ആൻഡ് ഷി ഡിസേർവ്സ് വാട്ട്? എ ബൊക്കെ ഓഫ് ഓർക്കിഡ്സ്. He cleared the exam with a very high score and he truly deserves a bouquet of orchids. അപ്പം അവൻ എക്സാം വളരെ ഹൈ സ്കോറിലാണ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പം he deserves a bouquet of orchids. അപ്പോൾ ഇങ്ങനത്തെ ഇഡിയംസ് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺവെർസേഷനിൽ ഉപയോഗിക്കാം. മറ്റൊരാൾ പറയുന്നത് കേട്ടാൽ അവർ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് കറക്റ്റായി മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. ആയെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എല്ലാവർക്കും ഓണാശംസകൾ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.